കാലത്ത് വലിയൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം പണിയെടുക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അദ്ദേഹം രാവിലെ എണിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് പോകും. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ലോകം അടിപൊളിയായി തന്നെ സൂക്ഷിക്കാൻ. ഒരു ദിവസം ഇദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് കലണ്ടറിലേക്ക് ശ്രദ്ധ പോകുന്നു. ഈ ഒരു ദിവസമാണ് ദൈവം വന്ന് അദ്ദേഹത്തിന്റെ വർക്ക് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ഇദ്ദേഹം വേഗം തന്നെ ടൂൾസ് എല്ലാം തന്നെ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നു. ആദ്യമായിട്ട് തന്നെ ഇദ്ദേഹം മലയുടെ അടുത്ത് പോയി അതെല്ലാം തന്നെ അടിപൊളിയായി തന്നെ ഷേപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇദ്ദേഹം ആ ഒരു മലയുടെ മുകളിൽ പുതിയതായിട്ടുള്ള മഞ്ഞെല്ലാം തന്നെ ഇട്ടുകൊടുക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം വേഗം തന്നെ വലിയൊരു കാട്ടിലേക്ക് പോയി അവിടെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് നല്ലോണം തന്നെ പെർഫെക്റ്റ് ആക്കുന്നു. ഇത് കാരണം കൊണ്ട് തന്നെ കാടുകൾ കാണാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അതിനുശേഷം ഇദ്ദേഹം ഒരു ലേക്കിന്റെ അടുത്തേക്ക് പോയി വെള്ളമെല്ലാം തന്നെ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇദ്ദേഹം ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് ആദിവാസികൾ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മനുഷ്യനെ തന്നെ കാണുന്നത്. ഇവരും ഇത് ഏറ്റവും കൂടുതൽ പാനിക്കായി അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഭൂമി അടിപൊളിയായി തന്നെ മാറ്റാനായി. എല്ലാം തന്നെ പറഞ്ഞപ്പോൾ ഈ ഒരു ആദിവാസികളും നല്ലോണം തന്നെ ശ്രദ്ധിച്ച് എല്ലാം തന്നെ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ആദിവാസികളും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നു. ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ലവ് ആൻഡ് കൈൻഡ് വെച്ച് മാറ്റിയെടുക്കാനായി സാധിക്കും.